ശ്രദ്ധിച്ചേ, നമുക്ക് ഈ ഭാഗം ഒന്ന് നോക്കാം. ഞാൻ അതിനകത്ത് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പദം, ഞാൻ ഈ വാക്യമൊന്നും എന്താ പറയുക, ഇത്രയും വർഷത്തെ ശുശ്രൂഷയ്ക്കിടയിൽ ഇങ്ങനെ കാര്യമായി ശ്രദ്ധിച്ചിട്ടില്ല. കാരണം ഏലിയാവിനെ കുറിച്ചൊക്കെയുള്ള ഒത്തിരി പ്രസംഗങ്ങൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. വിശേഷിച്ച് ഉപവാസ പ്രാർത്ഥനകളിൽ ഏതെങ്കിലും ദിവസം ഏലിയാവിനെ കുറിച്ച് കേൾക്കേണ്ടി വരും. കാരണം ഏലിയാവിനെ പോലെയുള്ള ഒരു ദൈവദാസനുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനയുടെ ചിന്തകൾ അഭിഷക്തന്മാർ കൈകാര്യം ചെയ്യാറുണ്ട്, ഞാനും പറയാറുണ്ട്. എന്നാൽ ഈ വാക്യത്തിലെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിക്കുന്ന പദം, ഈ കടൽക്കരയിൽ മഴയുണ്ടോ എന്ന് നോക്കാൻ കടൽക്കരയിൽ പോയിട്ട് തിരിച്ചു വന്ന ബാല്യക്കാരൻ പ്രാർത്ഥിക്കാനിരിക്കുന്ന ഏലിയാവിനോട് പറഞ്ഞ ആ വാചകമാണ്. ഇതാ കടലിൽ നിന്ന് അതാണ് ഒരു മനുഷ്യൻ്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു. ആ വാചകമാണ് എൻ്റെ മനസ്സിലുടക്കിയത്. അതിൽ നിന്നാണ് ഒരു ദൂത് പറയാൻ ആഗ്രഹിക്കുന്നത്. ഏലിയാവിനെ നമുക്ക് പരിചയമുണ്ട്, പ്രസംഗങ്ങളിലൂടെയും പഠനങ്ങളിലൂടെയും. എനിക്ക് തോന്നുന്നു പഴയ നിയമത്തിൽ എന്നെ ഒരുപാട് സ്വാധീനിച്ച ഒരു പ്രവാചകനാണ്. എല്ലാവരും നമ്മളെ സ്വാധീനിക്കണമെന്നില്ല, ചിലർ നമ്മളെ സ്വാധീനിക്കും. അതങ്ങനെയാണ്. അത് ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഗുണഗണങ്ങളോ ഒക്കെ ആയിരിക്കാം അങ്ങനെയുള്ള വ്യക്തികൾ നമ്മളെ സ്വാധീനിക്കുന്നതിൻ്റെ പിൻപിലെ ഘടകങ്ങൾ. എന്നെ ഒത്തിരി ഇന്ന് ജീവിച്ചിരിക്കുന്ന ചിലർ എന്നെ സ്വാധീനിച്ചിട്ടുള്ള ചിലരാണ്. ചിലരുടെ ആഴമായ പഠനം, വളരെ സരസമായുള്ള അവതരണം, പരന്ന വായനാശീലം, ജീവിതത്തിൽ പാലിക്കുന്ന കൃത്യത, വസ്ത്രധാരണത്തിൽ പുലർത്തുന്ന ആ പകിട്ട് തുടങ്ങി അങ്ങനെ പല കാര്യങ്ങൾ നമ്മളെ പലരും സ്വാധീനിക്കും. പഴയ നിയമത്തിൽ എനിക്ക് തോന്നുന്നു ഇത്രയും സ്വാധീനിച്ച മറ്റൊരു കഥാപാത്രമില്ല. ഏലിയാവിനെ കുറിച്ച് നമുക്ക് നമ്മുടെ മനസ്സിലുള്ള തിശ്ബിയിൽ നിന്നുള്ള തിശ്ബ്യനായ ഏലിയാവ്. വലിയ ചരിത്രങ്ങളൊന്നും ഏലിയാവിനെ കുറിച്ച് ഒരു വേദശാസ്ത്രിയും അവതരിപ്പിച്ചിട്ടില്ലെന്നുള്ളതാണ്. നീണ്ട ഒരു ചരിത്രമൊന്നും ഏലിയാവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഗിലെയാദ് മലഞ്ചെരുവിലെ തിശ്ബ്യ ഗ്രാമത്തിലുള്ള ഒരു തിശ്ബ്യൻ. അതുകൊണ്ടാണ് ഏലിയാവിനെ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ എന്നാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അഭിമാനിക്കാനോ പ്രശംസിക്കാനോ പുകഴാനോ, എന്താ പറയുക, കുലം കൊണ്ടോ കുടുംബം കൊണ്ടോ കുലമഹിമ കൊണ്ടോ ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ. ഒരുപക്ഷെ അതും കൊണ്ടായിരിക്കാം ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന എന്നെ ഈ മനുഷ്യൻ സ്വാധീനിച്ചത്. അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയും ശുശ്രൂഷ രീതികളും അക്കമിട്ട് പഠിക്കേണ്ടതാണ്. ഒരുപാട് സമയമെടുത്ത് പഠിക്കാൻ വക നൽകുന്ന ആത്മീകോത്തേജനപ്രദങ്ങളായ വലിയ ആഴങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഏലിയാവിനെക്കുറിച്ചുള്ള പഠനങ്ങൾ. ഏലിയാവിൻ്റെ പ്രാർത്ഥന അത് നമുക്കെല്ലാവർക്കും അറിയാം. നമുക്കറിയാം, ബൈബിളിൽ തെളിവായി ലഭിച്ചിട്ടുള്ളത് 5 പ്രാർത്ഥനകളാണ്. ഏലിയാവ് പ്രാർത്ഥിച്ചു എന്ന് പറയുന്ന 5 പ്രാർത്ഥനകളുടെ തെളിവാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അത് നമുക്കറിയാവുന്നതാണ്. 1, ഏലിയാവ് മഴ പെയ്യാതിരിക്കാൻ പ്രാർത്ഥിച്ചു. 2, ഏലിയാവ് മഴ പെയ്യാൻ പ്രാർത്ഥിച്ചു. 3, മരിച്ചുപോയ കുഞ്ഞിൻ്റെ പ്രാണൻ തിരിച്ചു വരാൻ പ്രാർത്ഥിച്ചു. 4, കർമ്മേൽ പർവ്വതത്തിൽ യാഗപീഠത്തിൻ്റെ മേൽ തീ ഇറങ്ങാൻ പ്രാർത്ഥിച്ചു. 5, സ്വന്തം പ്രാണനെ എടുക്കാൻ പ്രാർത്ഥിച്ചു. ഇതാണ് ബൈബിളിൽ നമുക്ക് രേഖയായി ലഭിച്ചിട്ടുള്ള ഏലിയാവിൻ്റെ 5 പ്രാർത്ഥന. ഞാൻ ഇന്നലെ, ഈ വരുന്ന മാസം നമ്മുടെ ചർച്ചിലും ഉപവാസ പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി, കാരണം അതിഥികൾ
എല്ലാ സെഷനും ഇല്ല. കാരണം സഭയെ നന്നായി അടുത്തറിയാവുന്നത് സഭയുടെ ശുശ്രൂഷകൻ മാത്രമാണ്, ദൈവം തമ്പുരാൻ കഴിഞ്ഞാൽ. നീ ആരെവിടുന്ന് വന്നെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ വിചാരണയിലുള്ള ജനത്തെ ദൈവം തമ്പുരാൻ കഴിഞ്ഞാൽ അറിയാവുന്നയാൾ അവിടുത്തെ അധ്യക്ഷൻ തന്നെയാണ്, പാസ്റ്റർ തന്നെയാണ്. അതുകൊണ്ട് ഏത് ഉപവാസ പ്രാർത്ഥനയിലും ഒരു 2 സെഷനിലെങ്കിലും സഭയിൽ ശുശ്രൂഷിക്കണമെന്ന് എനിക്ക് നിർബന്ധമുള്ളൊരു ഉപദേശിയാണ്. അപ്പം അടുത്ത മാസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉള്ള ചെറിയ ചിന്തകളുടെ പഠനത്തിലും പാരായണത്തിലുമാണ് ഞാൻ ഈ ദിവസങ്ങളിൽ. അപ്പം ഞാൻ നമുക്കറിയാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവത്തെക്കുറിച്ച് ഈ ഏലിയാവിൻ്റെ 5 പ്രാർത്ഥനകളിൽ നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ചോദിക്കുന്ന കാര്യം ഈ ദൈവം ചിലപ്പം തരത്തില്ല. പക്ഷെ ഉപവാസ പ്രാർത്ഥനയിൽ ഇതൊക്കെ പറഞ്ഞാൽ കണ്ടോ, ഈ നിശബ്ദത അതിൻ്റെ തെളിവാണ്. ഹല്ലേലൂയ. ഞാൻ അതേ വാചകം തിരിച്ചിട്ടിരുന്നെങ്കിൽ ഒരു 3-4 അല്ലേലിയെങ്കിലും അതിൻ്റെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ, അങ്ങനെയാണ് നമ്മുടെ സെറ്റപ്പ്. അതാണ് നമ്മൾ കേൾക്കുന്നതെല്ലാം അങ്ങനെയാണ്. പക്ഷെ ഏലിയാവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഞാൻ ദൈവത്തെക്കുറിച്ച് എഴുതിയ ഒരു വാചകമാണത്. വാസ്തവത്തിൽ പുതിയ നിയമത്തിൽ കർത്താവ് പഠിപ്പിച്ചത് എന്താ? ചോദിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ശരിക്കും അതിൻ്റെ യഥാർത്ഥ പരിഭാഷ അങ്ങനെയല്ല. ചോദിച്ചു കൊണ്ടേയിരിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അതാണ് യഥാർത്ഥ പരിഭാഷ. ആ യഥാർത്ഥ പരിഭാഷയുള്ള ബൈബിൾ പാസ്റ്റർ PC സാമുവേലിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇനി അദ്ദേഹം മരിച്ച ശേഷം എവിടെ പോയെന്നറിയത്തില്ല, ഒന്ന് തപ്പിയാൽ കൊള്ളാമെന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ലൈബ്രറി എന്ന് പറഞ്ഞാൽ അടിച്ചു മാറ്റാനൊന്നുമല്ല, നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. ആ പഴയ മലയാള പരിഭാഷ കിട്ടുവാണെങ്കിൽ, മണക്കാല ലൈബ്രറിയിൽ ഇരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, കിട്ടുവാണെങ്കിൽ നല്ലതാണ്. പഴയ ലിപിയാണ്. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ചോദിപ്പീൻ കിട്ടുമെന്നല്ല, ചോദിച്ചു കൊണ്ടേ ഇരിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. എത്ര മനോഹരമാണ് എന്ന് പറഞ്ഞാൽ, പ്രാർത്ഥന എന്നാൽ എന്താണെന്നുള്ളതിൻ്റെ നിർവചനം കർത്താവ് പറഞ്ഞത്. എന്താണ് പ്രാർത്ഥന? കിട്ടുന്നത് വരെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് പ്രാർത്ഥന. അപ്പൊ നിർവചനമായി പ്രാർത്ഥന എന്നാൽ എന്താണ്? കിട്ടുന്നത് വരെ. അതല്ലേ നമ്മൾ 1-2 ദിവസം പ്രാർത്ഥന വെക്കാതെ 21 ദിവസമൊക്കെ പ്രാർത്ഥന വെക്കുന്നതിൻ്റെ കാര്യം എന്നാ? ആമേൻ. ചോദിക്കുന്ന ദിവസം പരുപക്ഷെ പലതും കിട്ടിയെന്ന് വരത്തില്ല. കിട്ടുന്നത് വരെ ചോദിക്കുക. അങ്ങനെയാണ് ആ 3 വാചകത്തിൻ്റെയും ഡെഫിനിഷൻ. കണ്ടെത്തുന്നത് വരെ അന്വേഷിക്കുന്നതാണ് പ്രാർത്ഥന. തുറക്കുന്നത് വരെ മുട്ടിക്കൊണ്ടിരിക്കുന്നതാണ് പ്രാർത്ഥന. അപ്പോൾ അങ്ങനെയാണ് യേശു അപ്പം ഞാൻ പറഞ്ഞത് യേശു പഠിപ്പിച്ചത്. അപ്പം യേശു പഠിപ്പിച്ചത് പോലും ചോദിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്നാണ്. അപ്പൊ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ചു തുടങ്ങി പ്രാർത്ഥന പഠിപ്പിച്ച് വന്ന കർത്താവ് ദൈവത്തെയാണല്ലോ ആ പ്രാർത്ഥനയിലൂടെ അവതരിപ്പിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ സ്വഭാവമാണ് യേശുവിന്റെ പഠിപ്പിക്കലിലൂടെ യേശു ശിഷ്യന്മാർക്ക് കൈമാറുന്നത്. ദൈവത്തിന്റെ സ്വഭാവം എന്താണ്? ചോദിക്കുന്നത് തരുന്ന ദൈവം. അപ്പൊ സ്വർഗസ്ഥനായ പിതാവിന്റെ പ്രകൃതവും സ്വഭാവവും പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ എന്താണ് എന്ന് ശിഷ്യന്മാർക്ക് കൈമാറിയത് അങ്ങനെയാണ് യേശു. ഇപ്പൊ ചോദിച്ചാൽ മതി, കിട്ടും. ചോദിക്കുന്നത് തരും എന്നാണ് യേശു പോലും പഠിപ്പിച്ചത്. പക്ഷെ ഏലിയാവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ദൈവത്തെക്കുറിച്ച് മനസ്സിൽ ഹൃദയത്തിൽ ഹൃദിസ്ഥമാക്കേണ്ടുന്ന, മനസ്സിൽ കുറിക്കേണ്ടുന്ന ഒരു ചിന്ത ഇതാണ്: ഈ ദൈവം ചിലപ്പോ ചോദിക്കുന്നത് തരാതിരിക്കും. ഹല്ലേലൂയ. പക്ഷേ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നൊരു ദൂത് പറഞ്ഞോട്ടെ. ചോദിക്കുന്നത് തന്ന് നമ്മെ മാനിക്കുന്നതിനേക്കാൾ അധികമായി ചോദിക്കുന്നത് തരാതെ നമ്മെ മാനിക്കാൻ നമ്മുടെ ദൈവത്തിന് കഴിയും.
ഞാൻ പറഞ്ഞ ആശയം എത്ര പേർ അതിന്റെ ആഴത്തിലോ അർത്ഥത്തിലോ ഉൾക്കൊണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞ ആശയം ദൈവമക്കൾ ശ്രദ്ധിച്ചോ? ചോദിക്കുന്നത് തന്ന് നമ്മെ മാനിക്കുന്നതിനേക്കാൾ അധികമായി നാം ചോദിക്കുന്നത് നമുക്ക് തരാതെ നമ്മെ മാനിക്കാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയോ ചോദ്യമോ അല്ല നമുക്ക് വലുത്. ഈ പിതാവാണ് നമുക്ക് വലുത്. ഈ ദൈവമാണ് നമുക്ക് വലുത്. ഈ ദൈവത്തോ ഒരു ഉപവാസ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അടുത്തു വരേണ്ടത് നമ്മുടെ ആവശ്യങ്ങളോടോ വിടുതൽ വേണ്ടുന്ന വിഷയങ്ങളോടോ ആവരുത്. ആമേൻ. ദൈവത്തോടാവണം. കർത്താവിനോട് ഒരു പടി കൂടെ അടുക്കാൻ, ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയണം. ഞാൻ ആ പറഞ്ഞ ആശയത്തിൻ്റെ ഉത്തരം നിങ്ങൾക്കറിയാം, വചനം നിങ്ങൾക്കറിയാം. ഏലിയാവ് ചോദിച്ചത് മരണമാണ്, അല്ലേ? അതെ, മരണമാണ് ചോദിച്ചത്. അതേസമയം 4 പ്രാർത്ഥനയ്ക്കും ദൈവം മറുപടി കൊടുത്തു. മഴ പെയ്യാതിരിക്കാൻ പ്രാർത്ഥിച്ചു, മഴ പെയ്തില്ല. മഴ പെയ്യാൻ പ്രാർത്ഥിച്ചു, മഴ പെയ്തു. മരിച്ച കുഞ്ഞിന്റെ പ്രാണൻ തിരിച്ചു വരാൻ പ്രാർത്ഥിച്ചു, ആ പ്രാണൻ തിരിച്ചു വന്നു. തീ ഇറങ്ങാൻ പ്രാർത്ഥിച്ചു, അവിടെ എഴുതിയിരിക്കുന്നു ഉടനെ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി എന്നൊക്കെയാ. അപ്പം ഉടനെയൊക്കെ മറുപടി കൊടുത്ത് 4 പ്രാർത്ഥനയ്ക്കും മറുപടി നൽകി ഏലിയാവിനെ മാനിച്ച ദൈവം. ഒരു ചോദ്യത്തോട് ദൈവം പുറംതിരിഞ്ഞു നിന്നു. മനസ്സിലായി കാണും. ഞാൻ നേരത്തെ പറഞ്ഞ ആശയം അതിനകത്തുണ്ട്. ഈ ഏലിയാവ് ചോദിച്ചത് ദൈവം കൊടുത്തിരുന്നെങ്കിലോ? ഈ ഏലിയാവ് ദൈവത്തോട് ചോദിച്ചത് ദൈവം കൊടുത്തിരുന്നെങ്കിലോ? ഒന്ന് മനസ്സിൽ ചിന്തിച്ചേ. കൊടുത്തിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ചൂരച്ചെടിയുടെ തണലിലാണല്ലോ ഈ പ്രാർത്ഥന നടക്കുന്നത്. ചൂരച്ചെടിയുടെ തണലിലാണ് ഈ ഏകാംഗ പ്രാർത്ഥന നടക്കുന്നത്. ദൈവം പ്രാണൻ എടുക്കുന്നു. ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് പ്രാർത്ഥിക്കുകയാണല്ലേ, പ്രാണൻ എടുക്കാനാണല്ലോ പ്രാർത്ഥന. ദൈവം പ്രാണൻ എടുത്തു. പ്രാർത്ഥനയ്ക്ക് മറുപടിയായി, ഏലിയാവിന് മറുപടി കിട്ടി. അതാണല്ലോ പ്രാർത്ഥന. പക്ഷേ ഏലിയാവ് ചൂരച്ചെടിയുടെ തണലിൽ വന്നതും ഇങ്ങനെ ഒരു പ്രാർത്ഥനയിലേക്ക് ഏലിയാവിനെ നയിച്ചതും ഒരു കാരണമുണ്ട്. അത് വചനം അറിയാവുന്ന ദൈവമക്കൾക്കറിയാം. കൊല്ലപ്പെട്ട പ്രവാചകന്മാരിൽ ഒരുത്തന്റെ ജീവൻ എടുത്തതുപോലെ നിന്റെ ജീവനും എടുക്കും എന്നൊരു വെല്ലുവിളി ഏലിയാവിന് നേരെയുണ്ട്. ഇസബേലിന്റെ വെല്ലുവിളി. വാസ്തവത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചേ. അങ്ങനെയാണെങ്കിൽ അപ്പോൾ മുതൽ ഏലിയാവിനെ കൊല്ലാൻ, അങ്ങനെ പഠിക്കണം, ഏലിയാവിനെ കൊല്ലാൻ കൊട്ടാരത്തിലെ പരിചാരകർ ആയുധങ്ങളുമായി അലയുന്നുണ്ട്. കാരണം ഏലിയാവിനെ കൊല്ലുമെന്ന് രാജ്ഞി പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ. അപ്പൊ ഏലിയാവിനെ കൊല്ലാൻ നടക്കുകയാണ് രാജകുടുംബം. ഈ കൊല്ലാൻ ആയുധങ്ങളുമായി അലഞ്ഞന്വേഷിച്ചു വരുമ്പോ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയ മനുഷ്യൻ ജീവനറ്റവനായി ചൂരച്ചെടിയിലെ തണലിൽ കാണുവേ. കാരണം പ്രാണനല്ലേ എടുക്കാൻ പറഞ്ഞുള്ളൂ, പ്രാണനെ എടുക്കാൻ പ്രാർത്ഥിച്ചുള്ളൂ. അപ്പൊ ശരീരം അവിടെ ഉണ്ട്. ശ്രദ്ധിക്കണം, ശരീരം അവിടെ ഉണ്ട്. ഈ കൊല്ലാൻ വന്ന കൊട്ടാരത്തിലുള്ളവർ ഈ ഡെഡ് ബോഡി കണ്ടാൽ അവർ തിരിച്ചു പോകത്തേ ഉള്ളൂ. തിരിച്ചു കൊട്ടാരത്തിൽ ചെന്ന് പറയും, യജമാനത്തിയെ, നമ്മൾ ചെയ്യാനിരുന്ന കാര്യം പുള്ളി തന്നെ പോയി ചെയ്തു. അങ്ങനെ വാർത്ത പുറത്തു വരുള്ളൂ. കാരണം അതിന് സാക്ഷികളില്ല, ആ പ്രാർത്ഥനയ്ക്ക് സാക്ഷികളില്ല, ഏലിയാവും മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥന ദൈവം ശ്രദ്ധിക്കുന്നു എന്നൊരാശയം അവിടെ കൊണ്ടുവരണം. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്ന് മാത്രമല്ല, പ്രാർത്ഥന ദൈവം ശ്രദ്ധിക്കുന്നു. അതിന് വേറെ തെളിവുകളുണ്ട് തിരുവെഴുത്തിൽ. കാരണം ഏലിയാവിൻ്റെ പ്രാണൻ ദൈവം എടുത്താൽ ശരീരം ബാക്കി വരും. കൊട്ടാരത്തിലുള്ളവർ ഏലിയാവിനെ കൊന്നാലും ശരീരം ബാക്കി വരും. അപ്പൊ ദൈവം ചെയ്യുന്നതും ശ്രദ്ധിക്കണം, ദൈവം ചെയ്യുന്നതും ഏലിയാവിന്റെ ശത്രു ചെയ്യുന്നതും
ഒരുപോലെയാണ്. കാരണം ഡെഡ് ബോഡി ബാക്കി വരും. അവിടെ ആര് സന്തോഷിക്കും? ശത്രു സന്തോഷിക്കും. അതിനകത്ത് ദൂത് മനസ്സിലായോ? പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ വൈതലിനെ കുറിച്ച് ശത്രു സന്തോഷിക്കാൻ ദൈവം അവസരം കൊടുക്കത്തില്ല. അതുകൊണ്ട് തന്നെ ദൈവം തീരുമാനിച്ചു, ഇതുവരെ എനിക്ക് വേണ്ടി ഓടിയ അഭിഷക്തന് ഒരു നല്ല അടക്കം പോലും ഇവിടെ ലഭിക്കത്തില്ല. അതുകൊണ്ട് മരണമില്ലാത്ത ലോകത്തിലേക്ക്, മരണം കാണാതെ ഒരു യാത്രയയപ്പ്. ഓ ഹല്ലേലൂയ! എത്ര ദൈവമക്കൾക്ക് വചനത്തിന്റെ ആഴം മനസ്സിലാവുന്നുണ്ട്. അവൻ ഇപ്പൊ മനസ്സിലായോ? ചോദിക്കുന്നത് തരാതിരിക്കുമ്പോൾ ഓർത്തോണം, നീ സ്വപ്നത്തിൽ ചിന്തിക്കാത്ത ഒരു മറുപടി ദൈവം നിനക്കായി കരുതി വെച്ചിട്ടുണ്ട്. ഓ ഹല്ലേലൂയ! 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 ആമേൻ. അതുകൊണ്ട് കർത്താവിനോട് കുറച്ച് പരിഭവങ്ങളൊക്കെ ഉണ്ടായി എനിക്കും ഇടയ്ക്ക്. പക്ഷെ ഇങ്ങനെയുള്ള വചനങ്ങൾ ദൈവാത്മാവ് ഇടപെട്ടപ്പോൾ എനിക്ക് ആ വിഷമങ്ങളെല്ലാം മാറി. നീ മറുപടി തരാതിരുന്നാലും നിന്റെ കയ്യിൽ വേറെ വഴികളുണ്ട്, നിന്റെ കയ്യിൽ വേറെ മാർഗങ്ങളുണ്ട്. അപ്പൊ നാം ചോദിക്കുന്നത് തന്നെ ദൈവം നമുക്ക് തരണമെന്നില്ല. നീ സ്വപ്നത്തിൽ ചിന്തിക്കാത്ത ഒരു മറുപടി ആയിരിക്കും. ഓ, നിന്നെ പകയ്ക്കുന്നവരുടെ മുൻപിൽ, ഓ നിന്നെ വെല്ലുവിളിക്കുന്നവരുടെ മുൻപിൽ, പരിഹസിക്കുന്നവരുടെ മുൻപിൽ, അവഗണിക്കുന്നവരുടെ മുൻപിൽ, അകറ്റി നിർത്തുന്നവരുടെ മുൻപിൽ ദൈവം നൽകാൻ പോകുന്ന മറുപടി ഇങ്ങനത്തെ മറുപടി ആയിരിക്കും. ഞാൻ ഏലിയാവിൻ്റെ 5 പ്രാർത്ഥന, ഞാൻ ബാക്കിയൊന്നും തുടർന്നില്ല. അപ്പോൾ ഏലിയാവിനെ കുറിച്ച് പറയാൻ ഒത്തിരി ചിന്തകളുണ്ട്. ഏലിയാവിൻ്റെ പ്രാർത്ഥനകളിൽ നിന്ന് ഞാൻ എൻ്റെ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കിയ, ഗ്രഹിച്ച ഒരു ചിന്തയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ചോദിക്കുന്ന മറുപടി അതുപോലെ നമ്മുടെ കൈവെള്ള കിട്ടിയില്ലെന്ന് കരുതി പരാതിയൊന്നും പറയണ്ട, പരിഭവപ്പെടുകയും വേണ്ട. ഈ ദൈവം ആരാ? ഒരു കാക്കക്കുഞ്ഞ് കരഞ്ഞാൽ അതെന്തിന് കരയുന്നെന്നറിഞ്ഞ് അതിനു വേണ്ടി ഇടപെടുന്ന ഒരു ദൈവം, ഒരു കാക്കക്കുഞ്ഞിന്റെ കാര്യത്തിൽ ഇടപെടുന്ന ഒരു ദൈവം എന്റെ ദൈവമാണെങ്കിൽ ഹല്ലേലൂയ! വിശ്വസിക്ക. ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോ ഞാൻ ചോദിക്കാത്ത ചിലത്, യെസ് ആമേൻ, ഓ ഞാൻ പ്രാർത്ഥിക്കാത്ത ചിലത്, ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിക്കാത്ത ചിലത് എന്റെ ദൈവം എനിക്ക് കൈമാറും. ഇത് വചനമാ, ഇത് വചനമാ. ഇത് ടി.ഡി. പാസ്റ്ററുടെ ദൂതല്ല, ഇത് വചനമാ. ഹല്ലേലൂയ! അപ്പൊ ആ ഭാഗം നമുക്ക് വിടാം. അപ്പൊ ഇങ്ങനെ ഏലിയാവിനെ കുറിച്ച് ഒത്തിരി നല്ല നല്ല ചിന്തകളുണ്ട്. എന്നെ ഒത്തിരി സ്വാധീനിച്ചൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഈ മഴ പെയ്യാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്കിടയിലാണ് ഈ ബാല്യക്കാരൻ മനുഷ്യൻ്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞത്. അപ്പം എന്ന് പറഞ്ഞാൽ ബാല്യക്കാരൻ ആ കൈ പോലെ ഷേപ്പിൽ പൊങ്ങി നിൽക്കുന്ന ആ മേഘം കണ്ടേച്ചു വന്നയാളാണ്. അതാണ് കൈ പോലെ, മനുഷ്യൻ്റെ കൈ പോലെ. വാസ്തവത്തിൽ ഇങ്ങനെയുള്ള വേദഭാഗങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയാൽ നമ്മുടെ പ്രാർത്ഥനകൾക്കൊരു വലിയ ബലമാണ്. ഇതിനോടൊക്കെ ചേർത്ത് വെച്ച് ചിന്തിക്കേണ്ട പുതിയ നിയമഭാഗം നമുക്കറിയാം. കൊടിയ കാറ്റടിക്കുന്നത് പോലെ, കൊടിയ കാറ്റല്ല, കൊടിയ കാറ്റടിക്കുന്നത് പോലെ, അഗ്നി ജ്വാല പോലെ. അപ്പോൾ അവിടെ കാറ്റിൻ്റെ പ്രത്യക്ഷതയുണ്ട്, അഗ്നിയുടെ പ്രത്യക്ഷതയുണ്ട്. അതൊക്കെ എൻ്റെയും മനസ്സിലുടക്കിയ കാര്യങ്ങളാണ്. പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന ഈ 120 പേരുടെ മേൽ പരിശുദ്ധാത്മാവ് എന്താ ഇങ്ങനെ വന്നത്? കാറ്റുപോലെ.
അതും കൊടിയ കാറ്റടിക്കുന്നത് പോലെ. കാറ്റ് മാത്രമല്ല, അഗ്നിജ്വാല പോലെ. അപ്പൊ കാറ്റുപോലെ അതിനെല്ലാം അർത്ഥങ്ങളുണ്ട്. അത് വെറുതെ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ഒരാഘോഷമാക്കുക, പൊതുജനത്തിൻ്റെ ശ്രദ്ധയിലേക്ക് ആ അവരോഹണം കൊണ്ടുവരിക എന്നുള്ളതൊന്നുമല്ല ഈ പ്രത്യക്ഷതയുടെ പിൻപിൽ. അതിന് അർത്ഥങ്ങളുണ്ട്. കൊടിയ കാറ്റടിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് അവിടെ ഇറങ്ങി വന്നതിന് കൃത്യമായ ഉത്തരവുണ്ട്. അഗ്നിജ്വാല പോലെ പരിശുദ്ധാത്മാവ് അവിടെ വന്നതിൻ്റെ പിൻപിൽ കൃത്യമായ ഉത്തരങ്ങളുണ്ട്. അത് പ്രധാനമായും ശിഷ്യന്മാരെയാണ് ആ പദങ്ങളുമായി ചേർത്ത് വെച്ച് പഠിക്കേണ്ടത്. ശിഷ്യന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഉത്തരങ്ങൾ മനസ്സിലാവും. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചേ, മനുഷ്യന്റെ കൈ പോലെ. അപ്പൊ ഏലിയാവ് പ്രാർത്ഥിക്കുന്നത് മഴ പെയ്യാനാണ്. മഴ പെയ്യാനാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഏലിയാവിനോട് ഏലിയാവിന്റെ ശിഷ്യൻ പറയുകയാണ്, ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു മേഘം പൊങ്ങുന്നു. ഇത് കണ്ടേച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ വരുന്ന ചിന്ത, നിങ്ങളുടെ മനസ്സിൽ വന്നതാണ് ചിന്ത, മേഘം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കൈരൂപത്തിൽ പ്രത്യക്ഷമായി? അത് ന്യായമാണ് ആ ചോദ്യം. നമുക്കറിയാം, മേഘങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ മേഘങ്ങളുടെ ശാസ്ത്രശാഖ, മേഘത്തെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ ശാസ്ത്രശാഖയ്ക്കാണ് നെഫ്രോളജി എന്ന് പറയുന്നത്. നെഫ്രോളജി, ഗ്രീക്കിൽ നെഫോസ് എന്നാണ് മേഘം എന്ന പദത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ഈ മേഘത്തെക്കുറിച്ച് വന്നപ്പോൾ മേഘത്തെക്കുറിച്ച് ഒരു അല്പകാര്യങ്ങളൊന്നും നോക്കണമെന്ന് തോന്നി. രൂപപ്പെടുന്ന ഉയരം, വലിപ്പം, ആകൃതി എന്നിവയെ ആസ്പദമാക്കിയിട്ട് ഈ മേഘങ്ങളെ തരംതിരിച്ചൊരു പഠനമുണ്ട്. മേഘങ്ങളെക്കുറിച്ച് ക്യൂമലസ് അതിലൊന്നാണ്. മേഘങ്ങളെ തരംതിരിക്കുമ്പോൾ ക്യൂമലസ്, ഒരുപക്ഷെ കുഞ്ഞുങ്ങൾക്കറിയാമായിരിക്കും, നിംഫസ് എന്നിങ്ങനെ ഈ മേഘങ്ങളെ തരംതിരിച്ചിട്ടുണ്ട്. ഭൂനിരപ്പിൽ നിന്ന് 2 കിലോമീറ്റർ ഉയരത്തിൽ രൂപപ്പെടുന്ന മേഘങ്ങളുണ്ട്. ഭൂമിയിൽ നിന്ന് 2 കിലോമീറ്റർ ഉയരത്തിൽ രൂപപ്പെടുന്ന മേഘങ്ങളുണ്ട്. ഈ മേഘങ്ങളെ ശാസ്ത്രനാമം അനുസരിച്ച് നിമ്നമേഘങ്ങൾ എന്ന് വിളിക്കുന്നു. നിമ്നമേഘങ്ങൾ. അപ്പൊ നിമ്നമേഘങ്ങളുടെ പ്രത്യേകത ഭൂമിയിൽ നിന്ന് 2 കിലോമീറ്റർ ഉയരത്തിൽ രൂപപ്പെടുന്ന മേഘമാണ്. ഭൂനിരപ്പിൽ നിന്ന് 6 കിലോമീറ്റർ ഉയരത്തിൽ രൂപപ്പെടുന്ന മേഘങ്ങളുണ്ട്. ഈ മേഘങ്ങളെ ഉന്നത മേഘങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ 6 കിലോമീറ്റർ ഉയരത്തിൽ വരെ മേഘങ്ങൾ രൂപപ്പെടുന്നുണ്ട്. നമ്മളിപ്പം ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ചുമ്മാതെ ഈ മഴയൊക്കെയുള്ള സമയത്ത് മുറ്റത്തിറങ്ങി നിന്ന് വയ്ക്കുക, മേളിലോട്ട് PT ഉഷ ഓടുന്നതിനെക്കാട്ടി സ്പീഡിലാണ് മേഘം ഉയ്യുക. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില മേഘങ്ങൾക്ക് ആഫ്രിക്കയുടെ രൂപമുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചില മേഘങ്ങൾ ശ്രീലങ്ക പോലെ ഇരിക്കും, ഇച്ചിരിയേ ഉള്ളൂ, എന്നാലും അടങ്ങിയിരിക്കുകയില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ പായുവാണ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, കൊച്ചിലെ ഈ മേഘങ്ങളുടെ പുറകെ ഓടുമായിരുന്നു. നമ്മൾ നോക്കുമ്പോൾ മേഘം ഓടുന്നു, മുമ്പിൽ കയറാനും. അതൊക്കെ ഈ മനുഷ്യരിലുള്ള ഒരു പ്രത്യേകതയായി. ആർക്കും പുറകെ നിൽക്കുന്ന ഇഷ്ടമല്ല, മുമ്പിൽ കയറാനുള്ള ആ ജിജ്ഞാസ കൊണ്ട് ഓടുന്നതാണ്. അപ്പം 6 കിലോമീറ്റർ ഉയരത്തിൽ രൂപപ്പെടുന്ന മേഘങ്ങളുണ്ട്. ആ മേഘങ്ങളെ ഉന്നത മേഘങ്ങൾ എന്ന് വിളിക്കും. ശരിക്കും കാലവർഷത്തിന് കാരണമാകുന്നത് ഞാൻ ആദ്യം പറഞ്ഞ ഭൂനിരപ്പിൽ നിന്ന് 2 കിലോമീറ്റർ ഉയരത്തിൽ രൂപപ്പെടുന്ന നിമ്നമേഘങ്ങളാണ്. നിമ്നമേഘങ്ങൾ നിമിത്തമാണ് നമുക്ക് കാലവർഷമുണ്ടാകുന്നത്. അപ്പോൾ കാലവർഷം രൂപപ്പെടുന്നത് ശരിക്കും കാരണമായി തീരുന്നത് ഈ നിമ്നമേഘങ്ങൾ നിമിത്തമാണ്. ഞാൻ ഈ മേഘത്തെക്കുറിച്ച്
കിട്ടിയിട്ടില്ല വിവരങ്ങളൊന്നും, എല്ലാ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ എനിക്കൊരു വാട്സാപ്പ് സന്ദേശത്തിൽ അയച്ചാൽ ഏറ്റവും പ്രയോജനമായിരിക്കും. ഈ ഭാഗം വായിച്ചു വന്നപ്പോൾ പുസ്തകങ്ങൾ പലതും തിരക്കി അന്വേഷിച്ചപ്പോൾ ഒരു ദിവസം 40,000 ഇടിമേഘങ്ങൾ അന്തരീക്ഷത്തിൽ രൂപപ്പെടുന്നുണ്ടെന്നാണ്. 40,000 ഇടിമേഘങ്ങൾ. ഈ വാസ്തവത്തിലെ ഇടിമിന്നൽ അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ സ്കൂളിൽ. എന്താ അല്ലേ, എൻ്റെ വൈഫിന് ഏറ്റവും പേടിയുള്ളൊരു കാര്യം ഇടി വരാൻ പോകുന്നെന്ന് പറഞ്ഞാൽ മതി. എന്നെപ്പോലും അത്രയും പേടിയില്ല. അത് കാരണം ഭയങ്കര ഭയമാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഒരു പ്രാവശ്യം ഞാൻ വിളിച്ചപ്പോൾ, ഞാൻ കൊട്ടാരക്കരയോ മറ്റോ ആണ് 2 വർഷം മുമ്പ്, ഈ അസുഖമൊക്കെ വരുന്നതിന് മുമ്പ് വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല. എന്ത് ചെയ്താൽ ഫോൺ എടുക്കുന്നില്ല. ഒറ്റയ്ക്ക് വീട്ടിൽ താമസിക്കുന്ന ഭാര്യയെ ഭർത്താവ് ഫോൺ ചെയ്യുമ്പോൾ ഫോൺ എടുക്കാതെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആശങ്കയുണ്ട്. ഫോൺ എടുക്കുന്നില്ല. 12 പ്രാവശ്യം ഞാൻ വിളിച്ചു, ഫോൺ എടുക്കുന്നില്ല. ഒടുവിൽ തിരിച്ചു വിളിച്ചു. കുറേ സമയം കഴിഞ്ഞ് അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. നീ ഫോൺ എടുക്കാൻ ഞാൻ എന്താ, ഇവിടെ ഭയങ്കര ഇടിയും മഴയായിരുന്നു. ഞാൻ ചോദിച്ചു, നീ എവിടെ ആയിരുന്നു? ഞാൻ ബാത്റൂമിൽ കയറി കഥ കടച്ചെന്നു. ഭയമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, 40,000 ടൈപ്പ്. നമുക്കറിയാം എല്ലാ ഇടിയും ഒരുപോലെയാണോ? നമ്മൾ ഇടിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. അത് എല്ലാം അവരുടെ ആരോഗ്യം പോലെ ഇരിക്കും. അവരവരുടെ ആരോഗ്യം പോലെ ഇരിക്കും ഇടിയുടെ കനം. സൂക്ഷിച്ചൊക്കെ ജീവിച്ച എല്ലാവർക്കും നല്ലതാണ്. എപ്പോഴും ഒന്നും എല്ലാവരും ദൈവകൃപയിലൊന്നും അല്ലെന്നേ. ചില സമയത്തൊക്കെ കൺട്രോളൊക്കെ വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഈ എൻ്റെ കൂടെ PDCക്ക് പഠിച്ചു, ഞാൻ PDC കംപ്ലീറ്റ് ചെയ്ത ആളല്ലെങ്കിലും 6 മാസം PDCക്ക് പഠിച്ചയാളാണ് ഞാൻ. 3rd ഗ്രൂപ്പ് എടുത്ത്. സാധാരണ പഠിക്കാൻ മണ്ടന്മാരെടുക്കുന്ന ഗ്രൂപ്പാണ് 3rd ഗ്രൂപ്പ്. പഴയ കാലത്ത് പിള്ളേർക്ക് ഇപ്പോൾ ഈ 3rd ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അറിയത്തില്ല. ഞങ്ങളെടുത്ത്, ഞാൻ വലിയ മൂളയില്ലാത്തത് കൊണ്ട് 3rd ഗ്രൂപ്പ് എടുത്ത്. ഇന്ത്യ ഈസ് എ ഡെവലപ്ഡ് കൺട്രി എന്നും പറഞ്ഞു തുടങ്ങുന്ന ഇന്ത്യൻ ഹിസ്റ്ററിയൊക്കെ രാത്രിയും പകലും ഇരുന്ന് കാണാതെ പഠിച്ചതാണ് കുറേ. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ചൊരു സഹോദരൻ, ചർച്ചിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, നമ്മുടെ മലബാറിലുള്ളൊരു ചർച്ചാണ്. ശരിക്കും സണ്ണിച്ചാനൊക്കെ ആ ചർച്ച അറിയാം. ഭയങ്കര ഫേമസ് ചർച്ചാണ്. നമ്മൾ പ്രസ്ഥാനത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അവിടുന്ന് ഒരുപാട് ദൈവദാസന്മാർ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഈ സഹോദരൻ ചർച്ചിലെ പ്രയർ കൺവീനറാണ്. ചർച്ചിൻ്റെ പ്രയർ കൺവീനറാണ്. നല്ല ഭയങ്കര ആൾക്കൂട്ടമുള്ള. എൻ്റെ അമ്മയൊക്കെ അമ്മയുടെ കുടുംബമൊക്കെ ആ സഭയുടെ അംഗങ്ങളാണ്. അപ്പോൾ ആ സഭയിൽ പിന്മാറ്റത്തിൽ പോയൊരു സഹോദരി, ഇത് സംഭവിച്ച കാര്യം കേട്ടോ, പിന്മാറ്റത്തിൽ പോയ ഒരു സഹോദരി. ഇടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങളുടെ കുറച്ചുകൂടെ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഞാനൊരു സംഭവം പറയാം. ആ സഭയിൽ നിന്ന് പിന്മാറിപ്പോയി. അതേസമയം അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഒക്കെ വിശ്വാസത്തിലാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ഈ എറണാകുളം ജില്ലയിലെ ഒരു പാസ്റ്ററാണ്. പ്രസ്ഥാനം പറയത്തില്ല. അദ്ദേഹത്തിൻ്റെ മകൻ ഈ എറണാകുളം ജില്ലയിലെ ഒരു പാസ്റ്ററാണ്. ഇതിൽ കൂടുതലൊന്നും പറയരുത്. നമ്മുടെ ആളുകൾക്ക് ഇത്രയും കിട്ടിയാലും മതി, ചിലപ്പം തെരഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട്. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുന്നു. അപ്പോൾ ഈ പിന്മാറിപ്പോയ അച്ഛൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എറണാകുളം ജില്ലയിലുള്ള ആ ദൈവദാസൻ്റെ പിതാവ് മദ്യപിച്ചു കഴിഞ്ഞാൽ പിന്മാറ്റത്തിൽ പോയി സ്ഥിരം മദ്യപാനമാണ്. നന്നായി പാട്ട് പാടുകയും ചെയ്യും. ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം എന്നൊക്കെയുള്ള പാട്ട് അദ്ദേഹം പാടിയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഒരിടത്തു ജനനം ഒരിടത്തു മരണം ചുമലിൽ ജീവിതഭാരം. ആ പാട്ടൊക്കെ അത് പഴയ പാട്ടാണ്. മനോഹരമായി അദ്ദേഹം പാടും. അപ്പോൾ ഇദ്ദേഹത്തിന് കുടിച്ചാൽ ചീത്ത വിളിക്കണം. അതാരെയാണ് വിളിക്കുന്നതെന്നറിയാമോ? എൻ്റെ ഈ കൂട്ടുകാരൻ്റെ വീടിൻ്റെ മുകൾ ഭാഗത്താണ് ഇദ്ദേഹത്തിൻ്റെ വീട്. നാട്ടുകാരെ ആരെയും ചീത്ത വിളിക്കത്തില്ല. ഈ അയലൊക്കംകാരനായി എൻ്റെ കൂട്ടുകാരനെ ചീത്ത വിളിക്കും. സ്ഥിരമായി കുറച്ചു നേരം ചീത്ത വിളിച്ചേച്ച് അങ്ങ് പോവും. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ എന്നെ സഹിച്ചില്ല. അടുത്ത് ചെന്നെന്ന് പറഞ്ഞു, ദേ അച്ഛാ, ചീത്ത വിളിക്കരുത്. ഇതിനിടയ്ക്ക് പാട്ട് പാടുകയും ചെയ്യും. നമ്മുടെ പാട്ട് പിന്നെ പിന്മാറിപ്പോയാലും നമ്മുടെ പാട്ടിനകത്ത് കിടപ്പുണ്ടല്ലോ. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ പാട്ട് പാടുകയും ചെയ്യും. അപ്പോൾ ചീത്ത വിളിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് ദേഷ്യം വന്നു. ചീത്ത വിളിച്ചാൽ നീ എന്തോ ചെയ്യും? അപ്പം പരമാവധി ദേഷ്യം വന്നു. ചർച്ചിൻ്റെ പ്രെയർ കൺവീനറാണേ എൻ്റെ കൂട്ടുകാരൻ. ചീത്ത വിളിച്ചാൽ നീ എന്തോ ചെയ്യുന്നു രണ്ടാമത് ചോദിച്ചപ്പോൾ ഈ സഹോദരൻ്റെ നിയന്ത്രണം വിട്ടു. അടിയെന്ന് പറഞ്ഞാൽ ഒറ്റ അടി അടിച്ചിട്ട് കറങ്ങി ഇദ്ദേഹം താഴെ വീണു. 3 ദിവസം മറ്റോ എഴുന്നേക്കാൻ വയ്യാതെ. എന്ന് പറഞ്ഞാൽ ഈ ചെവിക്കുറ്റിക്കൊക്കെ ആഞ്ഞൊരടി അടിച്ചാൽ
പല്ല് വരെ പറഞ്ഞു പോകുമെന്ന് കേട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ട്. നന്നായി അടിക്കാൻ അറിയാവുന്നവർ. അപ്പോൾ 3 ദിവസം കിടപ്പായി. അത് ഭാര്യയ്ക്ക് വിഷമമായി, അത് സഭക്കാരറിഞ്ഞു, പാസ്റ്റർ അറിഞ്ഞു, പ്രെയർ കൺവീനറാ തല്ലിയേക്കുന്നത്. അപ്പോൾ ഈ ഇടിയുടെ കാര്യം പറഞ്ഞു വന്നപ്പോൾ ഞാനൊരു ഉദാഹരണം എൻ്റെ മനസ്സിൽ വന്നതാണ്. അപ്പോൾ ചർച്ചിലെ പാസ്റ്ററും കമ്മിറ്റിക്കാരും കൂടെ സഭായോഗം കഴിഞ്ഞപ്പോൾ ഈ അടിച്ച സഹോദരൻ്റെ വീട്ടിൽ വരികയാണ്. 3 വർഷം മുമ്പ് നടന്ന കാര്യം ചെയ്തു കേട്ടോ. അദ്ദേഹം മരിച്ചുപോയി കേട്ടോ. ഈ അടി കൊണ്ടയാൾ മരിച്ചുപോയി. അപ്പോൾ പാസ്റ്റർ ചെന്നു, കാര്യങ്ങളെല്ലാം സംസാരിച്ചപ്പം പാസ്റ്റർ ഞാനത് ഇങ്ങനെ കേട്ടല്ലോ ബ്രദറെ, ഇന്നയാളിനെ തല്ലി താഴെ ഇട്ടെന്നും 2-3 ദിവസം അദ്ദേഹം വയ്യാതെ കിടന്നെന്നും അദ്ദേഹത്തിൻ്റെ ഒരു പല്ല് പൊഴിഞ്ഞെന്നോ കേടായെന്നോ പൊട്ടിയെന്നോ ഒക്കെ കേട്ടല്ലോ. അപ്പോൾ ഈ സഹോദരൻ ഒരു രസികനാണ്. ഈ സഹോദരൻ അപ്പം കമ്മിറ്റിക്കാർ ഏകകണ്ഠേന തീരുമാനം എടുത്തു, ഇങ്ങനെ ഒരാളിനെ എന്തായാലും പ്രെയർ കൺവീനറായിട്ട്. കാരണം മോശയുടെ ആത്മാവാ, പ്രശ്നം കണ്ട അന്നേരെ തല്ലിക്കൊല്ലുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സഹോദരൻ പറഞ്ഞ മറുപടി അത് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ചിലപ്പം കണ്ടമാനം അങ്ങ് മൂഡ് ഓഫ് ഒക്കെ ആകുമ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഓർത്തൊന്ന് ചിരിച്ചാലേ നമ്മുടെ വിഷമം അങ്ങ് മാറും. അപ്പോൾ പാസ്റ്ററോട് പറയാം, പാസ്റ്റർ 8 വർഷമായി ഈ സഭയെ ശുശ്രൂഷിക്കുന്നു. അപ്പം ഇത് സംഭവിച്ചെന്നറിയോ, ഈ അടിയോടുകൂടെ ആ മറ്റേ സഹോദരൻ കുടി നിർത്തി. മര്യാദക്കാരനായി. പുള്ളി അങ്ങ് ഭയങ്കര മര്യാദക്കാരനായി. അപ്പോൾ ഈ സഹോദരൻ പറയുകയാണ് പാസ്റ്ററോട്, പാസ്റ്റർ 8 വർഷമായി ഇവിടെ ശുശ്രൂഷിക്കുന്നു. ഈ സഹോദരൻ്റെ കുടി നിർത്താൻ പറ്റിയോ? ഇല്ലല്ലോ. എന്നാൽ എളിയവനായ എൻ്റെ കരങ്ങളെ ദൈവം ബലപ്പെടുത്തി. എങ്ങനുണ്ട്? എളിയവനായ അല്ല, ഉപവാസ പ്രാർത്ഥന വെച്ചിട്ടൊന്നും പുള്ളി നന്നായില്ല. പക്ഷേ ആ പുള്ളിയെ പ്രെയർ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കളഞ്ഞു കേട്ടോ. പോട്ടെ. അപ്പോൾ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, ഫ്രീ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നാട്ടിലും കൂടെയൊക്കെ ഒന്ന്. കാരണം ഇങ്ങനെ ചില കാര്യങ്ങളുണ്ടെങ്കിലേ ചിലരൊക്കെ ഒതുങ്ങിപ്പോകാൻ. കാരണം എത്ര ഉപസിച്ചാലും മടങ്ങി വരാത്ത ചിലരുണ്ടല്ലോ. അപ്പോൾ ഇടിയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ഒത്തിരി പിരിമുറുക്കത്തോടെ ചിലരിയ്ക്കുന്ന പോലെ എനിക്ക് തോന്നിയത് കൊണ്ട് നിങ്ങളുടെ അറ്റൻഷന് വേണ്ടി ഞാൻ ആ ഭാഗം വിടട്ടെ. അപ്പോൾ ഒരു ദിവസം 40,000 ഇടിമേഘങ്ങൾ അന്തരീക്ഷത്തിൽ രൂപപ്പെടുന്നുണ്ടെന്നാണ് ശാസ്ത്രം. അപ്പം 40,000-ഓളം ടൈപ്പ് മേഘങ്ങൾ അന്തരീക്ഷത്തിലുണ്ട്. നിമ്നമേഘങ്ങളുണ്ട്, ഉന്നത മേഘങ്ങളുണ്ട്. ഭൂമിയിൽ നിന്ന് 2 കിലോമീറ്റർ ഉയരത്തിൽ രൂപപ്പെടുന്ന മേഘങ്ങളുണ്ട്. 6 കിലോമീറ്റർ ഉയരത്തിൽ രൂപപ്പെടുന്ന മേഘങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കൃത്യമായി ശാസ്ത്രനാമം അനുസരിച്ച് നെഫ്രോളജിയിൽ കണക്കവതരിപ്പിക്കാൻ കഴിയാത്തത്രയും മേഘങ്ങളുണ്ട്. ഇത്രയും മേഘങ്ങൾ ഉണ്ടായിരിക്കെ പ്രാർത്ഥിച്ച ഏലിയാവിന് വേണ്ടി ഈ മനുഷ്യന്റെ കൈയുടെ ഷേപ്പുള്ള മേഘം, അത് ചരിത്രത്തിൽ അതിനു മുൻപോ അതിന് പിൻപോ ഇങ്ങനെ ഒരു മേഘം പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. ദൈവമക്കൾ എന്നോടൊപ്പം നിൽക്കണം. ഞാൻ 2-3 മിനിറ്റിനകം ഈ സന്ദേശം ഉപസംഹരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശ്രദ്ധിച്ചേ, അതിനു മുൻപ് ഇങ്ങനെ ഒരു മേഘം പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. നമ്മൾ എത്രയോ മേഘങ്ങൾ കാണുന്നു. മനുഷ്യന്റെ കൈ പോലെ എന്ന് ബാല്യക്കാരൻ തീർത്തു പറയുന്നുണ്ട്. ഏലിയാവ് മുഴങ്കാലിലിരിക്കുക. 3.5 വർഷമായി മഴ പെയ്യാതിരിക്കുന്നു. ഒരു മഴയ്ക്ക് വേണ്ടിയ ഏലിയാവിന്റെ പ്രാർത്ഥന. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്കതിന്റെ ഉത്തരം കണ്ടെത്താൻ പറ്റും, ഇല്ലേ? ഉത്തരം കണ്ടെത്താൻ പറ്റുന്നില്ലേ? ഇങ്ങനെ ഒരു കൈയുടെ ഷേപ്പിൽ ഒരു മേഘം പ്രാർത്ഥിച്ച ഏലിയാവിന് വേണ്ടി തൻ്റെ തലയ്ക്ക് മീതെ ഇങ്ങനെ പൊങ്ങിയതിൻ്റെ ഉത്തരം ദൈവമക്കൾക്ക് മനസ്സിലായി കാണും. 3.5 വർഷം മുൻപ് ആകാശത്തിന്റെ വാതിൽ അടച്ചതാ. ആണോ?
ഒറ്റത്തുള്ളി മഴ പെയ്തിട്ടില്ല. പിന്നെ 3.5 വർഷമായി മഴ പെയ്യാതിരിക്കുകയാ. അങ്ങനെയെങ്കിൽ 3.5 വർഷമായി അടഞ്ഞു കിടക്കുന്ന ആകാശത്തിന്റെ വാതിൽ തുറക്കാൻ, ഗ്ലോറി ഹല്ലേലൂയ, അടഞ്ഞു കിടക്കുന്ന വാതിൽ തുറക്കാനാ, ആമേൻ, ആ കൈ പോലുള്ള മേഘം പ്രത്യക്ഷമായത്. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവപൈതലേ, 3.5 അല്ല 35 വർഷമായി വാതിലുകൾ അടഞ്ഞു കിടന്നാലും ദാവീദിന്റെ താക്കോലുള്ളവൻ, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ, പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി അവന്റെ തുറക്കുന്ന ഭുജവുമായി ഇന്ന് രാത്രി നമുക്ക് വേണ്ടി വെളിപ്പെട്ട് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എന്റെ ദൈവം തുറക്കുന്ന ദൈവമാണ്, തുറക്കുന്ന ദൈവമാണ്. ഏലിയാവിൽ നിന്ന് പഠിക്കാൻ കഴിയുന്ന, പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ പഠിക്കാൻ കഴിയുന്ന ഒരു നല്ല ദൂത, നീ മുട്ടിക്കൊണ്ടിരിക്കാൻ തയ്യാറായാൽ അവൻ തുറക്കാൻ തയ്യാറാണ്. അടഞ്ഞു കിടക്കുന്ന വാതിലുകളുടെ മുൻപിൽ നിന്ന് വിതുമ്പുന്ന ദൈവ പൈതലേ, ആ വാതിൽ തുറക്കാൻ സമയമായി. ഞാൻ വിശ്വസിക്കുന്നു, ആ ഉയർന്നു നിൽക്കുന്ന കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ട കരമാണ്. എന്റെ വാതിൽ തുറക്കാൻ വെളിപ്പെട്ട കരമാണ്. പ്രാർത്ഥിക്കുന്ന സഭയ്ക്ക് വേണ്ടി ചില വാതിലുകൾ തുറക്കാൻ വെളിപ്പെട്ട കരമാണ്. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലകളെ വണക്കാം. മനുഷ്യന്റെ കൈ പോലെ മേഘം പൊങ്ങിയതിൻ്റെ അർത്ഥവും ഉത്തരവും മറ്റൊന്നുമല്ല. 3.5 വർഷമായിട്ട് അടഞ്ഞു കിടക്കുന്ന ആകാശത്തിൻ്റെ വാതിലിന് കീഴെയാ ഏലിയാവ് മുട്ടയിലിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏലിയാവ്, നിങ്ങളെ ശ്രദ്ധിച്ചാലറിയാം, ഈ മനുഷ്യൻ്റെ കൈ പോലെ മേഘം പൊങ്ങുന്നു എന്ന് ബാല്യക്കാരൻ പറഞ്ഞ ഉടൻ ഏലിയാവ് ബാല്യക്കാരനോട് പറഞ്ഞത് എന്താ? ആഹാബിനോട് ചെന്ന് പറ, ആ വലിയ മഴയുടെ, കണ്ടോ, മേഘം, മനുഷ്യന്റെ കൈ പോലുള്ള മേഘം പൊങ്ങുന്നേ ബാല്യക്കാരൻ പറഞ്ഞുള്ളൂ. ഏലിയാവൻ അത് കേട്ടപ്പോഴേ മനസ്സിലായി, എന്റെ പ്രാർത്ഥനയുടെ മറുപടി തരാൻ വെളിപ്പെട്ട കയ്യാ. ഹല്ലേലൂയ. മറുപടി കൈമാറാൻ യഹോവയുടെ ഭുജം ഇന്ന് രാത്രി ദൈവസഭയ്ക്കകത്ത് വെളിപ്പെട്ട് നിൽക്കുന്നത്, ആത്മാവിൽ കണ്ട് കർത്താവിന് മഹത്വം കരേറ്റാൻ അന്തരാത്മാവിൽ സന്തോഷമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി കർത്താവിന് മഹത്വം കൊടുത്തു തുടങ്ങട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ, ആമേൻ. അഭിഷക്തന്മാരോട് ഞാൻ ആത്മാവിൽ പ്രവചിക്കട്ടെ, ശുശ്രൂഷയ്ക്കായി പുതിയ വാതിലുകൾ, ആമേൻ. പഴയ വാതിലുകളല്ല, പഴയ വാതിൽ പെയിന്റ് അടിച്ച് അതിനകത്ത് കയറുകയല്ല, പുതിയ വാതിലുകൾ. കുടുംബങ്ങളോട് പറയട്ടെ, പുതിയ വാതിലുകൾ. തലമുറകളോട് പറയട്ടെ, പുതിയ വാതിലുകൾ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാ കർത്താവ് പഠിപ്പിച്ചത്, മുട്ടിക്കൊണ്ടേ ഇരിക്കുക, മുട്ടിക്കൊണ്ടേ ഇരിക്കുക, എന്നാൽ തുറക്കും. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊയർ എന്നെ ഹെൽപ്പ് ചെയ്യണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആ പാട്ട് ഏതാണെന്ന് മനസ്സിലാക്കണം, ഏത് പാട്ടാണ്. ഇവിടെ നമുക്കൊന്ന് പാടി പാടാനുള്ള സമയം ഇട്ടിട്ടാണ് ഞാൻ മെസ്സേജ് നിർത്തിയത്. ഒന്ന് സന്തോഷിക്കണം. ഞാൻ രാവിലെയും പ്രസംഗിച്ച് നല്ല ക്ഷീണം എൻ്റെ ശരീരത്തിലുണ്ട്. 20-25 മിനിറ്റാണ് സംസാരിക്കാൻ എനിക്ക് അനുവാദം തന്നിരിക്കുന്നത് വൈദ്യശാസ്ത്രം. 20 മിനിറ്റ് കൂടുതൽ, അതും ശാന്തമായേ പറയാവൂ എന്നൊക്കെയാണ്. പക്ഷേ എനിക്കെൻ്റെ അവസാന ശ്വാസം വരെ എൻ്റെ കർത്താവിനെ കുറിച്ച് പറയണം. അത് ചെറുതായി പറഞ്ഞാൽ എനിക്ക് തൃപ്തി വരത്തില്ല, എനിക്ക് ഉറക്കം വരത്തില്ല. ഈ ദൈവം ആരാ? ഈ ദൈവം ആരാ? മുഴങ്കാലിൽ ഇരിക്കുന്നവന് വേണ്ടി തുറക്കുന്ന ഭുജവുമായി ഇറങ്ങി വരുന്ന ദൈവം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. വല്ലഭൻ പുതുവഴി തുറന്നിടുമേ, ആമേൻ, നിനക്കായി കരുതും. ഹല്ലേലൂയ. അത് സ്ലോവിലല്ല, മെലഡി ടൈപ്പിലല്ല, നമ്മൾ കരങ്ങൾ അടിച്ചൊന്ന് പാടി. ഇത്രയും നേരം നമ്മൾ ഇരിക്കുകയായിരുന്നല്ലോ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നവർക്ക് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ആ വചനം ഒന്ന് ധ്യാനിച്ചുകൊണ്ട് വേണം നിൽക്കാൻ. ഹല്ലേലൂയ. വിശ്വസിക്കേ, കടന്ന് വിശ്വസിക്കേ. ദൈവസഭയുടെ വളർച്ചയ്ക്കായി പുതിയ വാതിലുകൾ ദൈവം തുറക്കുമെന്ന് വിശ്വസിക്കേ.
ആമേൻ. പട്ടണത്തിലെ ചില കുടുംബങ്ങളിലേക്ക് നമുക്ക് വാതിലുകൾ തുറന്നു കിട്ടാൻ പോകുന്നെന്ന് വിശ്വസിക്കേ. ഉന്നതന്മാരുടെ കുടുംബങ്ങളിൽ അഭിഷക്തനെയും ദൈവമക്കളെയും വിളിച്ചു പ്രാർത്ഥിപ്പിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവിന് മഹത്വം കൊടുക്ക. ദൈവസഭയുടെ വളർച്ചയ്ക്കായി പുതിയ വാതിലുകൾ തുറക്കപ്പെടട്ടെ. തലമുറകളുടെ ശോഭന ഭാവിക്കായി വാതിലുകൾ തുറക്കപ്പെടട്ടെ. അഭിഷക്തന്മാരുടെ ശുശ്രൂഷയുടെ വിശാലതയ്ക്കായി പുതിയ വാതിലുകൾ തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ.